ഹലോ ഗായ്സ് വാട്സപ്പോൾ എന്തൊക്കെയുണ്ട് ചെറിയ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ മച്ചാരെ ഇന്ന് ഞായറാഴ്ച നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈവനിങ് വ്ളോഗ് എടുക്കുക. ഈവനിങ് മീൻസ് ഇപ്പോൾ സമയം 6:20. അപ്പോൾ പരിപാടി എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലുള്ള അമ്പലത്തിലെ ദസറ മീൻസ് കണ്ണൂർ ദസറ, അതിൽ നമ്മുടെ നാട്ടിലെ ശ്രീ കാഞ്ചീപുരം കോവിലിലെ നവരാത്രി ആഘോഷം ഡേ 1. അപ്പോൾ ഇന്ന് ഡേ 1 ആണ്. ഇന്ന് ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ടെല്ലാം കാണിച്ചുതരാം. അവിടെ എന്താ പരിപാടിയുള്ളത്, എന്തൊക്കെയാണ് ഇന്ന പരിപാടി, അങ്ങനെ എല്ലാം ഞാൻ കാണിച്ചുതരാം. പിന്നെ 10 ദിവസമാണ് പരിപാടി. അപ്പോൾ ബാക്കി ദിവസങ്ങളിൽ ഞാൻ ഷോർട്സ് ആയിരിക്കും ഇടുക. ബീൻസ് എല്ലാ ദിവസവും സെയിം ഒന്ന് തന്നെ കാണേണ്ട ഒന്ന് തന്നെ. പിന്നെ ജസ്റ്റ് കലാപരിപാടികൾ മാത്രം മാറും, ഡാൻസ് പാട്ട് അങ്ങനെ കുറച്ച് മാറും. ഇന്നത്തെ പരിപാടി വെച്ചാൽ നാട്ടിലെ പിള്ളേർ ഡാൻസാണ്, ഗാനമോളി അങ്ങനെ എന്തോ ആണ്. പിന്നെ ഫുഡുണ്ട് പിന്നെ ഫ്ലാഷ് മോബ് ഉണ്ട് എന്ന് പറയുന്നുണ്ടേനു, അറിയില്ല. അതും കൂടി ഉണ്ട്. എന്തായാലും ഞാൻ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം, ബിക്കോസ് ഇന്ന് രാത്രിയാണ് പരിപാടി. സോ അപ്പോൾ ലൈറ്റിൻ്റെ കാര്യം എങ്ങനെയാണ്? ബിക്കോസ് ലൈറ്റ് ഉണ്ടാവും, ബിക്കോസ് അവിടെ ഫുൾ ലൈറ്റ് ആയിരിക്കും, ഉത്സവമല്ലേ. അപ്പോൾ എന്തായാലും ലൈറ്റ് ഉണ്ടാവും. അപ്പോൾ വീഡിയോ മിസ് ചെയ്ത് കാണുക. നമ്മളെ താഴച്ചൊവ്വയിലെ നവരാത്രി ആഘോഷം അങ്ങനെ തന്നെ അറിയാം. നമ്മളെ താഴച്ചൊവ്വ ശ്രീ കാഞ്ചീപുരം കോവിലിൽ നവരാത്രി ആഘോഷമാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ ഞാൻ ഫുള്ള് ഡേ എന്താ പറയുക ലോങ് വീഡിയോ ആക്കി തരുന്നുണ്ട്. എത്ര മിനിറ്റ് ഉണ്ടാവും, സൗണ്ട് എങ്ങനെയാണെന്നും നമുക്കറിയില്ല. ചിലപ്പോൾ ഞാൻ ഓവർ വോയിസ് ഒക്കെ ചെയ്യായിരിക്കും, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, ലൈക്ക് ഷെയർ ചെയ്യുക, ഫ്രണ്ട്സെല്ലാം ഷെയർ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഡ്രസ്സ് മാറി അങ്ങോട്ടേക്ക് പോവുക. വലിയ ലുക്കൊന്നുമല്ല, വിക്സ്ഡാ നോർമൽ ലുക്കാണ്. അപ്പോൾ ഞാൻ അവിടെ എത്തി കാണിച്ചില്ല. ഓക്കെ, അങ്ങനെ ഉത്സവത്തോട് പ്രമാണിച്ച് അങ്ങനെ തന്നെ അതാ സൈഡ് കണ്ട, റോഡ് സൈഡ് ഫുൾ ഇങ്ങനെ ട്യൂബ് ലൈറ്റ്സ് എല്ലാം സെറ്റാക്കിനി. പിന്നെ അവിടെ കണ്ട, അത് ഞാൻ കുറച്ചുകൂടി അടുത്തോട്ട് കാണിച്ചു തരാം. ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക്, നമ്മളെ ജംബോ സർക്കസ് അല്ല, നമ്മളെ പോലീസ് മൈതാനൊക്കെ ഇങ്ങനെ പാർക്ക് സെറ്റപ്പ് അമ്യൂസ്മെൻറ്റ് അങ്ങനെ സെറ്റപ്പ് ഉണ്ടല്ലേ, അങ്ങനത്തെ എല്ലാം ഉണ്ട്. ഞാൻ കാണിച്ച കുറച്ച് അടുത്തൊരു മിനിറ്റ് കഥ ഇതാ പരിപാടി. മറ്റേ തോണി, ആകാശത്തൊട്ടിൽ തോണി, പിന്നെ അതാ ട്രെയിന്, പിള്ളേർ ചാടി കളിക്കുന്ന കാറ്, അങ്ങനത്തെ സെറ്റപ്പൊക്കെയാണ് കണ്ട. ഞാൻ പരിപാടി അമ്യൂസ്മെൻറ്റ് പാർക്ക് അത്ര വലിയ രീതിയിലൊന്നും അല്ലെങ്കിലും ചെറിയ രീതിയിൽ പറ്റുന്ന പോലെ ഒരാക്കിന്. അപ്പോൾ ഇത് ബാക്കിൽ കണ്ട. അപ്പോൾ ഞാൻ ഇതാണ് അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ സെറ്റപ്പ്. ഇനി അങ്ങോട്ടും കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഗൈസ് ഇതാ എൻട്രൻസ് ഇതാ ശ്രീ കാഞ്ചീകാമാക്ഷി അമ്മൻ കോവിൽ ഇതൊക്കെ ഉണ്ടാ. ഇങ്ങനെ എൻട്രൻസ് സൈഡ് ഇതാ സ്വാഗതം. ആടതാ ഒരു ആനക്കുട്ടി, ആനക്കുട്ടി ഇതാ ഗൈസ്. ഇതാണ് പരിപാടിയുടെ ഡീറ്റെയിൽസൊക്കെ കണ്ട. ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഓക്കെ ഗൈസ്. ഇതാ ഇങ്ങനെയാണ് എൻട്രൻസ് വരെ കണ്ട. ഓവറോൾ വ്യൂ ഇങ്ങനെ അതാ. ഇവിടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി സെറ്റാവുന്നുണ്ട്. ഇതാകണ്ട, കുറച്ചും കൂടി സെറ്റാവുന്നുണ്ട്. മറ്റേ ഇതൊക്കെ ഇട്ടിട്ട് ലൈറ്റ്സ് സെറ്റൊക്കെ എല്ലാം ആക്കി വെച്ചിനി. ഇനി എന്താ ഉള്ളോട്ട് പോട്ടെ. ഇവിടെ കണ്ട ഗൈസ്, നമ്മളെ മുളക് വെച്ച് ചന്ത ആ റേഞ്ചിൽ അങ്ങനെ പെട്ടെന്ന് നമ്മൾ അവിടുന്ന് സെക്യൂർ വള്ളത്തി. ഇതാ നമ്മളെ ഫുള്ള് ലുക്ക് കാണാത്തറുണ്ട്. ഇതാ നമ്മളെ ഫുള്ള് ലുക്ക് കണ്ട. നല്ല ചെരുപ്പും ഞാൻ ഒരു ഹെവിട്ടാ. അങ്ങനെ നമ്മൾ നമ്മൾ അമ്പലത്തിനടുത്ത് നേരെ സെക്യൂർ വാളിലേക്ക് എത്തി. ബിക്കോസ് ഇവിടെ ഞാൻ ഫ്ലാഷ് മോബ് ഉണ്ട്, സെറ്റാക്കാനുണ്ട്. അപ്പോൾ ഫ്ലാഷ് മോബിന് വേണ്ടിയിട്ട് നമ്മൾ സെക്യൂർ വാളിൻ്റെ ഉള്ളിലെത്തി. നമ്മൾ അറിയില്ലേ കാത്താഴ്ചയൊക്കെ തുടങ്ങിയ സെക്യൂർ വാൾ. അപ്പോൾ ഇനി ഞാൻ ഫ്ലാഷ് മോബ് കാണിച്ചാൽ അവിടെ ഫുൾ ആൾക്കാരായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് മാറി നിന്നെടുക്കുക. ഫുള്ള് സൗണ്ട് വെച്ച മടക്കുക. ഞാൻ അവരെ ശല്യപ്പെടുത്തില്ല, എനിക്ക് ശല്യം വേണമെന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് കയറി. അപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു കോൺഫിഡൻസോടെ കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ ഇപ്പം കൊണ്ടു നടക്കുന്നത്, അല്ലാണ്ട് ഒരില്ല. അപ്പോൾ ഞാൻ അവിടെ ഫ്ലാഷ് മോബ് തുടങ്ങാറായി. ഞാൻ അങ്ങോട്ട് പോട്ടെ. ഓക്കെ ഗൈസ്, ഐ തിങ്ക് ഇത് ഇവിടെ നിന്ന് ഈ നിൽക്കുന്നുണ്ട്. ഈ സ്ഥലത്തു നിന്നാണ് ഫ്ലാഷ് മോബ് കളിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫുള്ള് ക്രൗഡ്. ഒന്നാമത് നിന്ന് ഞായറാഴ്ചയാണ്, മുകളിലൊക്കെ ഉണ്ടോ ഫുള്ള് ക്രൗഡാണ്. എന്നാലും നമുക്ക് നടക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ അതാ മൈക്ക് സെറ്റും ബോക്സും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു ഫ്ലാഷ് മോബ് കണ്ടിട്ട് തരാം. അങ്ങനെ അവിടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഫുൾ ഇവരൊക്കെയാണ് നമ്മളെ ഡാൻസേഴ്സ് കണ്ടോ. ഇവരൊക്കെ ഈ ബ്ലാക്ക് ഇവരൊക്കെയാണ് ഡാൻസേഴ്സ്. ഇവിടെ നിന്നാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്. അങ്ങനെ
പരിപാടി തുടങ്ങിയായി. എന്താ പറയുക, കാണികൾ കുറച്ചൊക്കെ വരൂ. പിന്നെ പാട്ടും ഡാൻസൊക്കെ ആകുമ്പോൾ എല്ലാവരും ഇറങ്ങി വരുമല്ലോ. അങ്ങനെ പ്രതീക്ഷയോട് ഇവിടെ നിൽക്കുക. ബോക്സും സെറ്റും, ലാപ്ടോപ്പിലെ പാട്ട്, ഒരു മൈക്ക്. പിന്നെന്താ, ഇനി ഞാൻ ഡാൻസ് കാണിച്ചത്. ഓക്കെ കായസൊക്കെ ഇവിടെ പരിപാടി സ്റ്റാർട്ടായിട്ടുണ്ട്. കാണികളൊക്കെ ഇവിടെ നിരന്ന് നിൽക്കുക.
ഗായ്സ് നമ്മളെ കോവിലിലെ പ്രതിഷ്ഠ ദൈവത്തിൻ്റെ ഇല്ലേ അതാ ലൈറ്റ് വെർഷൻ 40 അടിയുടെ ലൈറ്റ് വെർഷൻ. ഓ ക്ലിയർ ആവുന്നില്ല എന്ന് തോന്നുന്നു. ഒക്കെ അവിടെ ഇല്ല, ക്ലിയർ ആവുന്നില്ല. ഓക്കെ ഇതാ ഇത് 40 അടി നമ്മളെ താഴ്ച പാലത്തിനെടുക്കുന്നത് കാണും. അതാ ഫുൾ അവിടെ കണ്ട ശ്രീ കാഞ്ചി കാമാക്ഷി അമ്മൻ കോവിൽ എന്നിട്ടല്ലോ ഓട്ടി ഒരു സാധനം പോകുന്നുണ്ട്. ഫോണിന് പറ്റുന്നത് നമുക്ക് എടുക്കാൻ പറ്റുമോ? അയ്യോ കണ്ട ആ സാധനം ഫുൾ ലൈറ്റ് സെറ്റപ്പൊക്കെ ആയിട്ട് കിട്ടില്ല. നമ്മളെ താഴ്ച പാലത്തിനെടുക്കുന്ന തന്നെ കാണുന്നതെന്ന് പറയുന്നത്. ഞാനിതുവരെ കണ്ടില്ല. ഞാനിതിൽ അങ്ങോട്ട് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നോക്കിയിട്ടുമില്ല. അപ്പോൾ സെറ്റപ്പ് ഇപ്രാവശ്യം വളരെ വളരെ പുരോഗമനത്തോടെയാണ്, പണ്ടുള്ള പോലെയല്ല. ഫസ്റ്റ് ചെറിയ രീതിക്കാണെങ്കിൽ ഇപ്പോൾ യങ്സ്റ്റേഴ്സെല്ലായിട്ട് നമ്മളെ അമ്പല കമ്മിറ്റി അങ്ങനെയെല്ലാം കയറിയുണ്ട്. ഫുൾ മോഡേണെല്ലായിട്ടാണ് ഇപ്പോൾ അമ്പലത്തിൻ്റെ സെറ്റപ്പ് പോകുന്നത്. ഓക്കെ ഇനി നമ്മളെ സെക്യൂറിലെ ഫ്ലാഷ് മോബ് കഴിഞ്ഞ് ഇനി എവിടെ ഉണ്ടോയെന്ന് അറിയില്ല. അത് പിന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ നാളെ ഞാൻ ഓർമ്മില്ല. പിന്നെ ഓക്കെ ഇനി അമ്പലത്തിനൊക്കെ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് കാണാം. ട്രെയിൻ താഴ്ച വെയിറ്റ് കിട്ടപ്പോൾ ട്രെയിൻ ആവും കണ്ടു. ഉത്സവച്ചന്ത നമ്മളെ താഴ്ചവെക്ക് ഉത്സവ അവിടെ മുളക് വജ്ജി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇപ്പുറം എന്താ ഇങ്ങനെ സ്റ്റേഷനറി ടോയ്സ് അങ്ങനത്തെ. ഇവിടെ അവളെ അമ്യൂസ്മെൻറ്റുകാർക്ക് അങ്ങനത്തെ സെറ്റപ്പ് ഇവിടെ കണ്ട. ഞാൻ കുറച്ച് അടുത്തൊരു കാണിച്ചേ മേജർ വരാനുണ്ടോ ഇങ്ങനെ ചാടിയിട്ട് ഇവിടുത്തെ ആടാടാ നോട്ടീസിൽ ഫുള്ള് ബോൾ ചാടിയിട്ട് അങ്ങനെ ഒരു പരിപാടി കേട്ടോ. ആകാശത്തൊട്ടില്ലേ പിന്നെ അത് അവിടെ തീവണ്ടി കുട്ടികളവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ നല്ല കുട്ടികളെയാണ്. നമ്മളെ വലിയാക്കാക്ക് അതേ ഉള്ളൂ എന്ന് തോന്നുന്നു, അറിയില്ല. പിന്നെ പ്രശ്നമില്ല തീവണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന. അയ്യോ ഓടിക്കും തീവണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയൊക്കെ തെറ്റപ്പാ. പിന്നെ എന്തൊക്കെയോ ആവാനുണ്ട്, എന്തെല്ലെങ്കിലോ ആവട്ടെ. നമുക്ക് അതിന് 7 ദിവസം സമയമുണ്ട്. നമുക്ക് വ്ളോഗ് എടുത്ത് തകർക്കാം, അത്രേ ഉള്ളൂ. വടക്കൻ കണ്ണൂരല്ലേ? അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. നല്ല ലൈറ്റായി, ഇപ്പോൾ സമയം 12 മണിയോളമായി. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. ഡെയിലി ഇങ്ങനെ തന്നെ. ഡെയിലി പിന്നെ നാളെ ഡാൻസാണ്, നാട്ടിലെ പിള്ളേരുടെ ഡാൻസ്. അങ്ങനെ മറ്റന്നാളെ ഗാനമേള, പിന്നെ വേറെ ഡാൻസ്, പിന്നെ പുറത്ത് അങ്ങനെ ഓരോരുള്ള ഡാൻസ് പാട്ട് അങ്ങനെയാണ്. ഞാൻ പറ്റുവാണെങ്കിൽ നാളെ ഷോർട്സ് അങ്ങനെ ഇടാം. ഡെയിലി ഒരേ സ്ഥലം ഒരേ സംഭവം ഒന്നും മാറുന്നില്ല. ഷോപ്സൊക്കെ ആടി ഉണ്ടാവും, ലൈറ്റ്സ് എല്ലാം അങ്ങനെ ഉണ്ടാവും. പിന്നെ പരിപാടി മാത്രം മാറ്റം ഉണ്ടോ. അപ്പോൾ ഞാൻ പരിപാടി മാറുന്നതനുസരിച്ച് പറ്റുവാണെങ്കിൽ നല്ല നല്ല മൂവ്മെൻറ്റ്സ് എടുത്തിട്ട് ഷോർട്സ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ അപ്പോൾ ഗായ്സ് വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ ഫ്ലാഷ് ലൈറ്റിലാണ് പറയുന്നത്, അതുകൊണ്ട് ചെറിയ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ അപ്പോൾ ഗായ്സ് വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക. കുറച്ച് ടയേർഡാണ്, അതാണ് സൗണ്ടൊന്നും ഇല്ലാത്തത്. അപ്പോൾ ഓക്കെ ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വ്ളോഗ്. ബൈ.